ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി മഷ്റൂം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാനിവിടെ ബട്ടൺ മഷ്റൂമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 250 ഗ്രാം ഉണ്ട്. ഇനി ഇതിൻ്റെ പുറം വശത്തുള്ള കുറച്ച് ഡാർക്ക് കളറായിട്ട് ഇരിക്കുന്ന ഭാഗമില്ലേ, അവിടുത്തെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ കാണുന്ന കറുത്തിരിക്കുന്ന ഈ പാർട്ടില്ലേ, അത് മഷ്റൂമിൻ്റെ ഗിൽസാണ്. അതൊന്നും കളയേണ്ടതില്ല കേട്ടോ. ഇനി നമുക്ക് മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യം വേണ്ടതെല്ലാം ഒന്ന് കാണാം. 2 മീഡിയം സൈസ് സവോള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയത്, 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂ ആണ്. ഞാനൊരു 10 എണ്ണത്തോളം കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർത്തിയ ശേഷം പേസ്റ്റാക്കി എടുക്കണം. ദേ ഇതുപോലെ പേസ്റ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ മഷ്റൂം മസാലയ്ക്ക് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് സവോള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം പച്ചമണം മാറിപ്പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഇതുപോലെ കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കിനി പൊടികൾ ചേർക്കാം. തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ മൂപ്പായിട്ട് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത ശേഷം തക്കാളി നല്ലപോലെ വേവായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് മഷ്റൂം വേവായിട്ട് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂമിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല കേട്ടോ. ഒരു 6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വന്ന് മഷ്റൂം ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മഷ്റൂമിന് അധികം വേവില്ല, അതുകൊണ്ട് ഒരു 6 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് പരിവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ടേസ്റ്റ് നോക്കി പോരായ്കയുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പില അരിഞ്ഞത് കൂടെ ചേർത്താൽ നല്ലതാണ് കേട്ടോ. ചോറിനൊപ്പം ആയാലും ചപ്പാത്തിക്കൊപ്പം ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി മഷ്റൂം മസാലയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.